തന്നെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യുമെന്ന തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ശബരിമല സ്വർണ്ണക്കൊളയിൽ ബോർഡിനെയും തന്നെയും പ്രതിപട്ടികയിൽ പെടുത്തിയിരിക്കുന്നെന്നും ഇതിനു പിന്നിൽ UDF സർക്കാരിന്റെ രാഷ്ട്രീയ സമ്മർദ്ദമാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. 2019 ശബരിമല സ്വർണ്ണമോഷണ കേസ് പുറത്തുവരാൻ നിമിത്തമായി മാറുകയും സത്യസന്ധമായി പ്രവർത്തിക്കുകയും ചെയ്ത ബോർഡിനെയാണ് ഇപ്പോൾ പ്രതിപട്ടികയിൽ പെടുത്തിയിരിക്കുന്നതെന്നും PS പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു. ഇപ്പോൾ വിവരങ്ങളുമായി ഷീജ കൂടി ചേരുന്നുണ്ട്. ഷീജ, ഇപ്പോൾ PS പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് PS പ്രശാന്ത് വ്യക്തമാക്കുന്നത് തന്നെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്ത് നീക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം ഭയത്തോടു കൂടിയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും അവന്തിക, അതായത് ഈ ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് കഴിഞ്ഞ മാസമാണ് ഇതിൽ PS പ്രശാന്തിനെ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പ്രതിപട്ടികയിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത്. അത് പൂർണ്ണമായും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കമാണ് എന്നുള്ള കാര്യം അന്ന് തന്നെ PS പ്രശാന്ത് വ്യക്തമാക്കിയിരുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ ഒരു നേരിട്ടുള്ള ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രശാന്ത് അന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിരുന്നത്. ഇന്നത്തെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട് അത് പൂർണ്ണമായും ഒരു രാഷ്ട്രീയപരമായ നീക്കമാണ് സർക്കാരിൻ്റേത്. ഇതിൻ്റെ ഒരു കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ കേസിൽ ഈ 2019 ഉണ്ടായതാണ് ഈ കേസിന് ആധാരമായ സ്വർണ്ണമോഷണം. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്, അതിന് നിമിത്തമായത് 2025 തൻ്റെ ബോർഡാണ്. അപ്പോൾ ആ ബോർഡ് മുഖാന്തരമാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ ഒക്കെ പുറത്തു വന്നത്. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വിവരങ്ങളും കൈമാറിയിട്ടുണ്ട്. 4 തവണ മൊഴിയെടുക്കുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം തന്നെ വിളിപ്പിച്ചു. അപ്പോഴെല്ലാം കൃത്യമായ രീതിയിൽ എല്ലാ വിവരങ്ങളും പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുമുണ്ട്. അവിടെ ഒന്നും തന്നെ ഈ ബോർഡ്, തൻ്റെ ബോർഡ് ഒരു സ്ഥലത്തും പ്രതിസ്ഥാനത്തേക്ക് വരുന്നില്ല. പിന്നെ എങ്ങനെയാണ് തന്നെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നതും തന്നെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു നീക്കം ഇപ്പോൾ നടക്കുന്നതും എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമായും PS പ്രശാന്ത് ചോദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും വലിയ തട്ടിപ്പുകാരെ പോലും വീട്ടിൽ എത്തി അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടി അത് ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു നിർദ്ദേശമാണ് തൻ്റെ കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് സർക്കാർ നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ മുഖ്യമന്ത്രിയാണ് അതിന് ആ രീതിയിലുള്ളൊരു നിർദ്ദേശം ഈ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് പ്രശാന്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് PS പ്രശാന്തിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ 2025 ശബരിമലയിൽ നിന്നും അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിരുന്നു. ആകെ ഒരു വിഷയമുണ്ടായത് അത് ഈ കമ്മീഷനെ അറിയിച്ചില്ല എന്നുള്ളതാണ്. ആ കമ്മീഷനെ അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നാണ് വീഴ്ചയുണ്ടായത്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചയ്ക്ക് പോലും ആ ബോർഡിനെയും ബോർഡ് പ്രസിഡന്റിനെയും അതിൽ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു നീക്കം, അതിലൂടെ ഈ സ്വർണ്ണ കൊള്ളയ്ക്ക് വേണ്ടിയുള്ള ഒരു വഴി ഒരുക്കി എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ കൃത്യമായ രീതിയിൽ തന്നെ തൻ്റെ കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും സുതാര്യമായി തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അതിൻ്റെ രേഖകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഹൈക്കോടതിയെ പോലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മീഷനെ അറിയിക്കാൻ സാധിക്കാത്തതിലുള്ള ഖേദം കോടതിയെ അറിയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എല്ലാം സുതാര്യമായിട്ടാണ് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ അറ്റകുറ്റപ്പണികളൊക്കെ നടന്നിട്ടുള്ളത് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പുനഃപ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് ഹൈക്കോടതി അനുമതി നൽകിയത്. അപ്പോൾ ഏത് രീതിയിൽ ഒരു തെളിവുമില്ലാതെ ഈ കൊള്ള നടത്തി എന്നുള്ളതിന് ഒരു തരത്തിലുള്ള തെളിവും തനിക്കെതിരെയില്ല. പക്ഷേ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി മാത്രമാണ് തന്നെ ഇതിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയതും ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുന്നതും എന്ന് തന്നെയാണ് PS പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. അവന്തിക. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.